ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഇതാ ധോനി ബേബി എണീറ്റ് വന്ന് ഇതാ അടുക്കളയിൽ വല്യമ്മയുടെ കൂടെ ഇതാ കേട്ടോ നല്ല പണിയിലാണ് ആള്. ഒരു പാത്രത്തിന്റെ ആ ബക്കറ്റിന്റെ അവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊട്ടും. അവള് വല്യമ്മയുടെ കൂടെയാണ് എപ്പോഴും കൂട്ട് കേട്ടോ. ഇപ്പൊ കറി വെക്കാനും എല്ലാത്തിനും അമ്മായിയുടെ കൂടെയാണ്. അപ്പൊ ഇന്നത്തെ എൻ്റെ വിശേഷത്തിലേക്ക് വരാട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ അവിടെ കടലക്കറിയാണ്. അമ്മായി ഇന്ന് കൂർക്കുപ്പേരിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അമ്മായി അത് അവിടെ അടുപ്പിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ തലേ ദിവസം കുറച്ച് കടല വല്യമ്മയിനെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിൽ വെച്ചാലല്ലേ നല്ല വെന്ത് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനത് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അമ്മായി ഇതാ കൂർക്കുപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ധോനി ബേബി ഉണ്ട് കൂടെ കേട്ടോ. വല്യമ്മയോട് ഇങ്ങനെ കൂട്ടം കൂടി നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് കളിച്ച് ചിരിച്ച് ആ സ്റ്റൂളിൽ വന്നിങ്ങനെ ഇരിക്കും രാവിലെ മുതൽ കേട്ടോ. പിന്നെ വല്യമ്മയുടെ പണിയെല്ലാം ഒരുങ്ങി അകത്തേക്ക് വരുമ്പോഴാണ് അവളും വരുള്ളൂ. അതിനിടയിൽ ഞാൻ ചിലപ്പോൾ അവളെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് കടത്തി ഉറക്കൂട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വല്യമ്മയുടെ കൂടെ തന്നെ അങ്ങനെ ഇരുന്നോളും. അങ്ങനെ ഇതാ കുക്കറിൽ ഞാൻ കടലയും സവോള ഇതെല്ലാം അരിഞ്ഞിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടിയുടെ കഴിക്കാൻ കൊടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം മോറി എടുത്ത് വെക്കട്ടെ വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും പാത്രങ്ങൾ കഴുകണതിൻ്റെ ഇടയിൽ പിന്നെ അത് കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കണമല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ശിവ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കുന്ന പോലത്തെ ഭക്ഷണം എന്തെങ്കിലും കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാനെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറ് നമ്മൾ കഴിക്കുന്ന പോലെ ചോറ് കൊടുക്കും. അവൾ ഓക്കാനിക്കുക ഛർദിയിലൊക്കെ പോലെ കേട്ടോ. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഛർദിക്കുക. എന്താ അറിയില്ല കേട്ടോ കുട്ടിക്ക്. നമ്മൾ ഇനി അരച്ചു കൊടുത്തു നോക്കി, മിക്സിയിലിട്ട് അരച്ചു കൊടുത്തു നോക്കി, അപ്പോഴും അവൾ കഴിക്കുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചായയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാലും വെള്ളവും അങ്ങനെയൊക്കെ കൊടുത്താൽ അതും കുടിക്കില്ല കുട്ടി. നമ്മൾ അതിന് അവൾക്ക് തന്നെ പിടിച്ചു കുടിക്കാനൊക്കെ ഒരു ഗ്ലാസ് പോലത്തെയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊഴിച്ച് കൊടുത്താലും കുട്ടി കുടിക്കുകയല്ല കേട്ടോ. അവൾ നല്ല തിളപ്പിച്ചാറിയ ചൂടുള്ള വെള്ളം അത് നല്ല കുടിക്കും. ദാഹമൊക്കെ വരുമ്പോൾ അവൾ അങ്ങനെ കുടിക്കും. കോറയിൽ ഇപ്പം എന്നും കോറ കഴിച്ചിട്ട് എന്താണെന്നറിയില്ല, അവൾക്കൊരു മടുപ്പ് പോലെ. അപ്പം ഞാൻ ഇപ്പോൾ സെർലാക്ക് മേടിച്ചിട്ട് ഈ കോറ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ അതും കൂടി ഒരു 2 സ്പൂൺ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് 2-3-4 സ്പൂണൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും അങ്ങനെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഓരോ പാക്കറ്റ് മേടിച്ച് വെക്കട്ടെ കഴിയുമ്പോഴേ. അപ്പം അതാണ് ഇപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. വേറെ ഭക്ഷണമൊന്നും കൊടുക്കാൻ തുടങ്ങാനിട്ടല്ല, നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട്. ഒന്നും കഴിക്കുന്നില്ല കുട്ടി കേട്ടോ. പിന്നെ ഇനി വിശപ്പൊക്കെ ആവുമ്പോൾ വിശപ്പൊക്കെ അറിയാൻ തുടങ്ങുമ്പോൾ അവള് ചോദിച്ച് മേടിച്ച് കഴിക്കട്ടെ. അങ്ങനെ ഇതാട്ടോ കടലക്കറിയൊക്കെ ആയി താളിച്ചു. അല്ലെന്ന് എന്താണെന്നറിയോ, പ്രത്യേകിച്ച് വേറെ ഉപ്പേരിക്കൊന്നും ഇല്ല പറഞ്ഞാൽ ഇന്ന് കൂർക്കുപ്പേരി തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്ന് രാശേട്ടൻ പണിക്ക് പോയിട്ടുണ്ട്. ഏട്ടൻ വരുമ്പോഴത്തേന് ആയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. 3 മണിയൊക്കെ ആവും വരുമ്പോഴത്തേന്. അങ്ങനെ ഇതാ കൂർക്കുപ്പേരി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മായിയുടെ തന്നെ കുറച്ച് സ്പെഷ്യൽ ഇന്ന് ഉപ്പേരിയും കടലക്കറിയും കൂട്ടാത്ത ആൾക്കാർക്കുള്ള സാമ്പാർ അമ്മായി വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടായിരുന്നു. പറ്റുന്ന പോലെയൊക്കെ എല്ലാവർക്കും ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി. നിങ്ങളുടെ സ്നേഹം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാം ആയി കഴിക്കുമ്പോഴത്തേനൊക്കെ ഉച്ചയാവും കേട്ടോ. ചിലപ്പോൾ അവളുടെ എല്ലാ വാശി പിടിക്കലും കഴിക്കാൻ കൊടുക്കലും കിടത്തി ഉറക്കലും പിന്നെ അലക്കലും എല്ലാം കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ നട്ടുച്ചയൊക്കെ ആവും. ചിലപ്പോൾ ഉച്ച കഴിയും, 2 മണിയൊക്കെ ആവും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാം ഒരുങ്ങിയിട്ട് 2 പേറ്റ് കഴിക്കുന്ന സമയമാണ് കേട്ടോ. സമയം 2 മണിയൊക്കെ ആവാനായിരിക്കണം. ചിലപ്പോൾ അതിനിടയിൽ അവൾ എണീക്കുക എന്തെങ്കിലും ചെയ്ത് അവളെ പിടിക്കാനൊന്നും ആളില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വാശി പിടിക്കും. അപ്പോൾ ആദ്യം ഉറക്കത്തു നിന്നൊക്കെ എണീറ്റാൽ അങ്ങനെ അവൾ വാശി പിടിക്കും. പിന്നെ അവളുടെ ഒന്ന് ഫീഡ് ചെയ്ത് പിന്നെ അവളുടെ മെയിൻ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നത് വരെ നല്ല പാടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.